ഈ മരണപ്പെട്ടവരെയും അതേപോലെ തന്നെ അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടവരെ ഇതിൽ ആരെങ്കിലും ഒക്കെ തിരിച്ചറിയുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഷമീർ? ഇതിൽ ഒരാളുടെ പേര് പുറത്തേക്ക് വരുന്നുണ്ട്. കൊട്ടാരക്കര നീലേശ്വരം സ്വദേശിയായ ഒരാളുടെ പേര് പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ പോലീസുമായി ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ ആ പേര് പോലീസ് ഔദ്യോഗികമായി ഇപ്പോൾ നൽകരുത് എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പേര് ഇപ്പോൾ നൽകുന്നില്ല. ആ പേര് ഔദ്യോഗികമായി പോലീസ് സ്ഥിരീകരിക്കട്ടെ. അതുകൊണ്ട് ആ പേര് നൽകാൻ കഴിയില്ല. എന്തായാലും മരിച്ചവരെ ആരെയും തന്നെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടില്ല. 3 പേർ മരിച്ചിരിക്കുന്നു. 3 പേരും മുതിർന്നവരാണ് മരിച്ചിട്ടുള്ളത്. അതിൽ 2 പേരെ ആദ്യം ജീവനോടുകൂടി ആണ് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെയാണ് കൊണ്ടുപോയത്. 3ാമത്തെ ആളുടെ മൃതദേഹം ചിന്നിച്ചിതറിയ നിലയിലാണ്, തിരിച്ചറിയാനാകാത്ത നിലയിലാണ് ആ മൃതദേഹം കൂടി അവിടെ എത്തിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ 3 പേരുടെ നിലവിൽ നമ്മൾ ഈ പറയുന്ന മരണസംഖ്യ 3, ആ 3 പേരും മരണപ്പെട്ട 3 പേരും മുതിർന്നവരാണ്. അവിടെ ബസ് കാത്തു നിന്ന മുതിർന്നവരാണ്. തീർച്ചയായിട്ടും മരണപ്പെട്ടവരിൽ 3 പേരും മുതിർന്നവരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുട്ടികളുടെ പരിക്ക് മാത്രമാണ് ഗുരുതരമായിട്ടുള്ളത്. കുട്ടികൾ ആരും മരണപ്പെട്ടിട്ടില്ല എന്നാണ് ജില്ലാ കളക്ടറുമായി സംസാരിക്കുമ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും കുട്ടികൾ ആരും മരണപ്പെട്ടില്ല. കുട്ടികളുടെ പരിക്ക് അല്പം ഗുരുതരമാണ്. അതിൽ 2 പേരെ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിലും 1 കുട്ടിയെ തിരുവനന്തപുരത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. നിലവിൽ ഈ വാഹനത്തിൽ നിന്ന് വന്ന മണ്ണൊക്കെ അവിടെ നിന്നും പൂർണ്ണമായിട്ട് മാറ്റി മറ്റാരും അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്ന കാര്യം ഉറപ്പിച്ചിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും മണൽ അവിടെ നിന്ന് പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ട്. എന്തായാലും 10ലധികം പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. അവരെ വിവിധ കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രി അടക്കം വിവിധ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നു. എന്തായാലും 3 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഭയപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാണ്. 3 പേർ മരിച്ചിരിക്കുന്നത് കുട്ടികളല്ല എന്നുകൂടി ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നുണ്ട്. ഈ കളക്ടറിന് ഇപ്പം ഈ സ്ഥലത്തേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടല്ലോ ഷമീർ, കാരണം ഇത്രയും വലിയ അപകടമാണ്. ജില്ലാ കളക്ടർ അടക്കം റൂറൽ SP അടക്കം സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ കൊല്ലത്ത് നിന്ന് പുറപ്പെട്ടിട്ടേ ഉള്ളൂ. ബാക്കി ഭരണ സംവിധാനങ്ങളിലുള്ള മുഴുവൻ പേരും തഹസിൽദാർ അടക്കമുള്ള ആളുകൾ സംഭവ സ്ഥലത്തേക്ക് തിരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും കളക്ടറും അല്പസമയത്തിനകം സംഭവ സ്ഥലത്തേക്ക് എത്തും. എന്തായാലും ഇപ്പോൾ ഒരു സ്കൂൾ സമയമായതുകൊണ്ട് തന്നെ റോഡിലൊക്കെ വലിയ തിരക്കായതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തിപ്പെടുന്ന കാര്യത്തിൽ വലിയ തിരക്കാണ് റോഡിൽ അനുഭവപ്പെടുന്നത്. എന്തായാലും എല്ലാ സംവിധാനങ്ങളും സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ചെയ്തു. വളരെ സങ്കടകരമായ വാർത്ത, ദാരുണമായ വാർത്തയാണ് രാവിലെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കൊല്ലം കൊട്ടാരക്കര നീലേശ്വരത്താണ് ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞുകയറി 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. വിദ്യാർത്ഥികളടക്കം ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നു, ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മരണപ്പെട്ട 3 പേരും സ്ഥിരീകരിക്കപ്പെട്ടതനുസരിച്ച് ഔദ്യോഗിക വിവരങ്ങൾ അനുസരിച്ച് മരണപ്പെട്ട 3 പേരും മുതിർന്നവരാണ്. പരിക്കേറ്റ കുട്ടികളുണ്ട്. ഇവരെ ആശുപത്രിയിലൊക്കെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ നിലവിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യം, ഇപ്പോൾ ഷമീർ പറഞ്ഞതുപോലെ അപകടത്തിൽപ്പെട്ടത് 12 പേരാണ്. ഈ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്ന 12 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 9 പേരും വിദ്യാർത്ഥികളായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റവർ കൊല്ലത്തെയും തിരുവനന്തപുരത്തെയും സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട്. സ്ഥിരീകരിച്ചത് 3 പേരുടെ മരണമാണ്. മരിച്ചവരിൽ ഒരാൾ കൊട്ടാരക്കര സ്വദേശിയുമാണ്. അപകടത്തിൽ കുട്ടികൾക്ക് പരിക്ക് പറ്റി എന്നതിനപ്പുറം മരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മരണപ്പെട്ട 3 പേരും മുതിർന്ന ആളുകളാണ് എന്നുള്ളതാണ്. ഇതിൽ ഒരു വിദ്യാർത്ഥി പരിക്കേറ്റ് ചികിത്സയിൽ ഉണ്ടായിരുന്നു എന്ന് വാർത്തയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഗുരുതരമായി പരിക്കേറ്റ് വിദ്യാർത്ഥി ചികിത്സയിൽ ഇല്ല. മൃതദേഹം തിരിച്ചറിയാനാകാത്ത സ്ഥിതിയിലുണ്ട്. ഒരാളുടെ മൃതദേഹം തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. ജില്ലാ കളക്ടർ അല്പസമയത്തിനകം തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തും. ഔദ്യോഗികമായി തന്നെ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നുണ്ടാകും. ടിപ്പറിന്റെ അമിത വേഗതയാണ്, ടിപ്പർ ലോറിയുടെ അമിത വേഗതയാണ് ഈ വലിയ അപകടത്തിന് വഴിവെച്ചതെന്നാണ് പ്രാഥമികമായി ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അവിടെ ഈ നേരത്തെ ഗൗതമും ഒക്കെ പറയുന്നുണ്ടായിരുന്നു, ഗൗതമും ഷമീറും ഒക്കെ പറഞ്ഞു, ഒരു ബൈക്കിലേക്ക് ഇടിക്കാൻ ഈ വാഹനം
വരുന്ന സമയത്ത് അത് അവിടെ നിന്നും വെട്ടിച്ചു മാറ്റുമ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്ന്. ഇപ്പം പറയാൻ പറ്റുന്ന, ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ അപകടത്തിൽ മറ്റാരും, ഇപ്പൊ 12 പേർ അപകടത്തിൽപ്പെട്ടു, പിന്നീട് അവിടെ വേറെ ആരും അപകടത്തിൽപ്പെട്ടിട്ടില്ല. പൂർണ്ണമായിട്ടും ആ മണ്ണൊക്കെ മാറ്റിയിട്ടുണ്ട് അവിടെ നിന്ന്. ഷമീർ കൂടി തുടരുന്നുണ്ട്. ഷമീർ, ഇപ്പം ഇനിയിപ്പം ഈ ടിപ്പർ ലോറി ലിഫ്റ്റ് ചെയ്തതിന് ക്രെയിൻ അടക്കം അവിടേക്ക് എത്തണ്ടേ? തീർച്ചയായിട്ടും ആ ടിപ്പർ ലോറി അവിടെ നിന്നും ഫയർഫോഴ്സ് തന്നെ ഉയർത്തി മാറ്റിയിട്ടുണ്ട്. എന്തായാലും മണൽ ഈ പുറത്തേക്ക് വീണതുകൊണ്ടാണ് ആളുകളെ പുറത്തെടുക്കാൻ അല്പം വൈകിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആളുകളുടെ ഇടയിലേക്ക് പാഞ്ഞു കയറിയ ടിപ്പർ ലോറി ആളുകളെ തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിനടുത്ത ഒരു കടയിലേക്ക് ഇടിച്ചു കയറ്റി എന്നുള്ളതിലാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പറയുന്നത്. അങ്ങനെയാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരാളെ തിരിച്ചറിയാനാകാത്ത വിധം അയാളുടെ മൃതദേഹം വികലമായി പോയത്. അതായത് ഈ ആളുകളുടെ ഇടയിലേക്ക് പാഞ്ഞു കയറുകയും ആളുകളെ ഒപ്പം ഇടിച്ച് ഒരു കടയ്ക്കുള്ളിലേക്ക് കയറ്റിയ ശേഷമാണ് ഈ ലോറി അവിടെ നിന്നും മറിയുകയും ചെയ്തിട്ടുള്ളത്. മറിഞ്ഞ ശേഷം ഈ മണൽ ഇവിടെ നിന്ന് ഈ അപകടം പറ്റിയവരുടെ പുറത്തേക്ക് വീണതുകൊണ്ടാണ് അപകടത്തിന്റെ വ്യാപ്തി ആദ്യം അറിയാൻ കഴിയാതെ പോയത്, എത്ര പേർ അതിനുള്ളിലേക്ക് വീണിട്ടുണ്ട് എന്നുള്ളത്. ഒപ്പം തന്നെ ഈ ഡ്രൈവറെയും ക്ലീനറെയും പുറത്തെടുക്കുന്നതിലുള്ള കാലതാമസവും കൂടി കൂടുതൽ പേർ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകാൻ കാരണമായി. എന്തായാലും 3 യൂണിറ്റ് ഫയർഫോഴ്സ് സംഭവ സ്ഥലത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. മണൽ നീക്കം ചെയ്യുന്നതിനായിരുന്നു ആദ്യ പരിഗണന നൽകിയത്. ആദ്യം പരിഗണനയനുസരിച്ച് ഈ മണൽ അവിടെ നിന്ന് പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്ക് ലഭിച്ചതനുസരിച്ച് ഒരു കൈപ്പത്തി അടക്കം സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്.